ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തെങ്ങോട് എന്ന സ്ഥലത്താണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ താഴെയാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. 4.8 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KLWA വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ്. നമുക്ക് ആ വീടൊന്ന് നോക്കാം. ഈ വീടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. 4.8 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ കണ്ടംപററി ഡിസൈനിലാണ് വീട് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തെല്ലാം ബോക്സ് ടൈപ്പ് ഡിസൈനുകൾ നമുക്ക് കാണാം. മുകൾ ഭാഗത്ത് വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ധാരാളം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഡിസൈനുള്ള വിൻഡോസാണ് വീടിന് വരുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ റോഡാണ്, ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത്. തെങ്ങോട് എന്ന സ്ഥലത്താണ് വീട് വരുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. കോമൺ അമ്യൂണിറ്റീസ് ഒന്നും തന്നെ ഇല്ല, എന്നാൽ കുറേ വില്ലകളുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയാം. വീടിൻ്റെ മുമ്പിലായി വരുന്ന ഈ റോഡാണെന്ന് നമ്മൾ പറഞ്ഞു. വലിയ വിടുത്തുള്ള ഏകദേശം 5 മീറ്റർ വിടുത്താണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മതിൽ നൽകിയിരിക്കുന്നു. 2 LED ലൈറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് വരുന്നത് ഇതാണ്. സ്ക്വയർ ട്യൂബിലാണ് നൽകിയിരിക്കുന്നത്. വെർട്ടിക്കൽ സ്ക്വയർ ട്യൂബ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഡെക്വുഡും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കാർ പോർച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ വർക്കുകൾ ഏകദേശം തീരുന്നതേ ഉള്ളൂ. ഇനി ഒരു 5% വർക്കുകൾ കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. ഇവിടെയാണ് കാർ പോർച്ച് വരുന്നത്. റൂവേഴ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു കാർ പോർച്ച് ഇവിടെ വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് കൊടുത്തിരിക്കുന്നത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. വലിയ 2x2 ബാംഗ്ലൂർ സ്റ്റോൺ നൽകിയിരിക്കുന്നു. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് കൊടുത്തിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെ പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇഷ്ടികയുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ടെക്സ്ചർ വർക്കിലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നതായി കാണാം. വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. ഈ ഭാഗത്തും ചെറിയ സ്പേസ് നമുക്ക് നടക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറകിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ KLWA വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കിണറും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ബാക്കിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയാണ് കിണർ വരുന്നത്. കവേർഡായിട്ടുള്ള ഒരു കിണർ. ഇവിടെ നമുക്കൊരു അലക്ക് കല്ല് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുറകുവശത്ത് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചൺ നോക്കുമ്പോൾ നോക്കാം. ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിൽ തന്നെ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ മനോഹരമായിട്ടുള്ള LED ലൈറ്റുകൾ ആ ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. തേക്കുട്ടിലാണ് മെയിൻ ഡോർ വരുന്നത്. 2 വലിയ പാളികളായിട്ടുള്ള മെയിൻ ഡോറ്. കട്ടിളകളെല്ലാം പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ലിവിങ് സ്പേസ് വരുന്നത്. വലിയ ജനലുകൾ തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ജനലുകളെല്ലാം പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ലൂവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഷാൻലിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട്. വാൾ ലൈറ്റുകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്ന ഈ ഭിത്തിയിലാണ്. ചെറിയൊരു ക്യൂരിയോസ് എല്ലാം വയ്ക്കാവുന്ന സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് TV വയ്ക്കാനുള്ള ഓപ്ഷനാണ്. താഴെ അതിൻ്റെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ക്യൂരിയോസ് എല്ലാം വയ്ക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ടൈലുകൾക്ക് വ്യത്യാസമുണ്ട്. ഈ ഭാഗത്ത് വുഡൻ ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം വലിയ ടൈലുകൾ, നല്ല മോഡേൺ ഡിസൈനുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ.
ഡൈനിങ് ഏരിയയിൽ നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. 2300 സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീട് തന്നെയാണിത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകളാണ്. ബോർഡറുകൾ വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫാനെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. താഴെ ഒരു വാനിറ്റി കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ടെക്സ്ചർ വർക്കാണ്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, LED മിററാണ്. 2 സിലിണ്ടറിക്കൽ ലൈറ്റും അവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വേറൊരു പ്രത്യേകത, ഇവിടെ നമുക്ക് വരുന്ന ഇലക്ട്രിക് കണക്ഷൻ ബോക്സ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇത് സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ കണക്ഷൻ ബോക്സ് ഡിസ്പ്ലേ ആവുന്നതാണ്. 3 ഫേസ് കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം. എവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെയും ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഈ ആർക്കി ഡ്രൈവ് എന്ന് പറയുന്നത്. ഇവിടെ ക്യൂരിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് വള്ളികളെല്ലാം ചെടികളെല്ലാം വെച്ച് നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ലൈറ്റുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രോക്കറി ഷെൽഫ് വരുന്നു. ഇവിടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. വിശാലമായിട്ടുള്ള കിച്ചണാണ് നൽകിയിരിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല പ്രീമിയം ലുക്കിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് നാനോ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ സിങ്ക് ഇവിടെയാണ് വരുന്നത്. മുകൾ ഭാഗത്തും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വുഡൻ ഡിസൈൻ അതിൻ്റെ സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വർക്ക് ഏരിയ കൂടി ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ടൈലുകൾ വുഡൻ ഡിസൈനിലാണ് വരുന്നത്. ഇത് ഷീറ്റ് വർക്കിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കബോർഡ് വർക്കുകൾ പുരോഗമിക്കുകയാണ്. മുകൾ ഭാഗത്ത് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇരുവശത്തേക്കും പോകാനായിട്ടുള്ള ഡോറുകൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് അതിൻ്റെ വാതിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇരുവശത്തും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ജനലുകൾക്ക് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നു. വാർഡ്രോബ് നല്ല പ്രീമിയം ലുക്കിലുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മിറർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് ക്യൂരിയോ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക്, വളരെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം LED ലൈറ്റുകൾ കോവ് ലൈറ്റിംഗ് അല്ലാതെയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. ഹിൻഡ്വെയറിൻ്റേതാണ് ക്ലോസറ്റ് വരുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഒരു മിറർ വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഒരു 3 പാളി ജനൽ, വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ പാളികളിലെ 2 ജനലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ്. മുകൾ ഭാഗത്ത് നേരത്തെ കണ്ടതുപോലെയുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് വരുന്നത്. അതിൻ്റെ വുഡൻ ഡിസൈൻ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിനെ പോലെ ഗ്ലാസ് പാർട്ടീഷൻ ഈ ബാത്റൂമിനില്ല, പക്ഷേ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ബാത്റൂം. വാൾ ടൈലുകൾ അത് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഹിൻഡ്വെയറിൻ്റേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് ഷവറും, റെയിൻ ഷവറും, ഹാൻഡ് ഷവറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ഈ ഭിത്തിയിൽ നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. മനോഹരമായിട്ടുള്ളൊരു വാൾ ലൈറ്റ് ഇവിടെ ഞാൻ കണ്ടു. ഇത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽ ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ് വരുന്നത്.
ഇവിടെ വലിയ പറഗോളകൾ കൊടുത്തിട്ടുണ്ട്. അത് സേഫ്റ്റി ആക്കാൻ വേണ്ടി സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. അപ്പർ ലിവിങ് ഏരിയയിൽ ഒരു ഇസഡ് ഏകദേശം എന്ന് പറയാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മാറ്റ് ഫിനിഷുള്ള വലിയ ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട്. എല്ലാം നല്ല മനോഹരമായ നല്ല വൃത്തിയിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിങ്ങും തൻ്റെ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ജനലുകൾ താഴത്തെ നിലയിൽ നിന്ന് കണ്ട ഡബിൾ ഹൈറ്റാണ്. ഇവിടെയും ജനലുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെയാണ് ഷാൻഡിയർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ടൊരു 3 പാളി ജനൽ വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമാണുള്ളത്. ഇതാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം മുകളിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് സ്പേസ് 2 ബെഡ്റൂമിൻ്റെയും ഒരേപോലെ തന്നെയാണ്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമാണ്. ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വരുന്നത്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. എല്ലാ ബാത്റൂം ടൈലുകൾക്കും വ്യത്യാസമുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ടൈലുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റും ഡ്രൈയുമായി തിരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ പാർട്ടീഷൻ വാൾ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ്. ഇവിടെ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ഭാഗത്ത് ഷവർ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിനും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയ ജനലുകൾ തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. 2 ജനലുകൾ വലിയ ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ 3 പാളി ജനൽ വരുന്നുണ്ട്. ഈ ഭിത്തിയിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയയാണ് വരുന്നത്. ഒരു വലിയ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇരുവശത്തും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. വാർഡ്രോബിനോട് കൂടി തന്നെ ഒരു ക്യൂരിയോ ഷെൽഫും കൂടി വരുന്നുണ്ട്. ഫോൾ സീലിംഗ് ഒന്നുകൂടി നോക്കാം. ഈ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ആ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ബാത്റൂം ഇത് തന്നെയാണ്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ എക്സോസ്റ്റ് ഫാൻ്റെ പോയിൻ്റാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബാത്ടബൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയയിലേക്ക് പോകാം. അത് ഇവിടെയാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയയാണ്. യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളി ജനൽ വരുന്നുണ്ട്. മുകളിലേക്ക് നമുക്ക് ഈ ഡോർ തുറന്നാൽ മുകളിലേക്ക് പോകാം. ബാൽക്കണി അല്ല, ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണിത്. അതെല്ലാം MS-ലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടി നമുക്ക് നോക്കാനുണ്ട്. ബാൽക്കണി ഇവിടെ വരുന്നുണ്ട്. ബാൽക്കണിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ടെക്സ്ചർ വർക്കാണ് വരുന്നത്. ഭിത്തിയിൽ ക്ലാഡിങ് സ്റ്റോണുകൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള വലിയ ഒരു ബാൽക്കണി തന്നെ ഇവിടെ വരുന്നുണ്ട്. ഭിത്തിയിലെല്ലാം ടെക്സ്ചർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സൈഡിലായിട്ട് നമുക്ക് LED ലൈറ്റുകളും പ്രൊഫൈൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പാരപ്പറ്റ് ഗ്ലാസ്സിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനിൽ വളരെ വലിപ്പമുള്ള 4 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന വില്ലയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ വീടിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ പോയി നിന്ന് പറയാം. 4.8 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് തെങ്ങോട് എന്ന സ്ഥലത്താണ്. ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്ററാണ് ദൂരം. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരിക. അതുപോലെ തന്നെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. എയർപോർട്ടിലേക്ക് ഒരു 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റുന്നതുമാണ്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 1,30,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.